കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമ. ശ്രീ സീതാലക്ഷ്മണ ഭരതശത്രുഘ്ന ഹനുമാൻ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമ. നമ്മൾ അധ്യാത്മരാമായണം കിഷ്കിന്ധാകാന്ഡം 4-ാം സർഗം ആദ്യത്തെ 10 ശ്ലോകം കഴിഞ്ഞു. അപ്പം അതിലെന്താ പറഞ്ഞാൽ പിന്നെ ശ്രീരാമഭഗവാനെ ഈ യോഗികളൊക്കെ ക്രിയാമാർഗത്തെ അനുസരിച്ചിട്ട് ഭഗവാനെ പൂജിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. യോഗികൾ ഇതിനെ എല്ലായ്പ്പോഴും മുക്തി സാധനമായിട്ടാണ് പറയണത്. അപ്പോൾ ഈവൻ നാരദരും വ്യാസമുനിയും പിന്നെ അങ്ങയുടെ നാഭീകമലത്തിൽ ജനിച്ച ബ്രഹ്മാവും ബ്രാഹ്മണ ക്ഷത്രിയാദി ജാതികൾക്കും പിന്നെയോ എല്ലാ ആശ്രമത്തിലും ഉള്ളവർക്കും സ്ത്രീകൾക്കും ശൂദ്രർക്കും മോക്ഷത്തെ തന്നെ ദാനം ചെയ്യുന്ന വളരെ സുലഭമായിട്ടുള്ളൊരു മുക്തി സാധനമാണ് ക്രിയാമാർഗം എന്ന് പറയുന്നു അവരൊക്കെ. അപ്പോൾ തൃപ്പാദ ഭക്തനും അങ്ങയുടെ സഹോദരനായുമായിട്ടുള്ള ലക്ഷ്മണൻ പറയുകയാണേ, എന്നോട് ഈ ക്രിയാമാർഗത്തെ പറ്റിയൊന്ന് അങ്ങ് അരുളി ചെയ്താൽ എനിക്ക് മാത്രമല്ല അത് ലോകത്തിന് തന്നെ ഉപകാരമാവും എന്നാണ് പറഞ്ഞ് നമ്മൾ നിർത്തിയത്. അപ്പം ഇനി ശ്രീരാമൻ ഈ ലക്ഷ്മണൻ ക്രിയാമാർഗം ഉപദേശിക്കണമെന്ന് പറഞ്ഞപ്പോൾ ശ്രീരാമൻ്റെ മറുപടിയാണ് കേട്ടോ അത്. ശ്രീരാമ ഉവാച, അത് നമ്മൾ 11-ാമത്തെ ശ്ലോകമാണ്. മമ പൂജാവിധാനസ്യ നാന്ദോസ്തി രഘുനന്ദന തഥാപി വക്ഷ്യേ സംക്ഷേപാദ്യഥാവദനുപൂർവശഃ. രഘുനന്ദന, ഹേ രഘുവംശബാലക, മമ പൂജാവിധാനസ്യ, എൻ്റെ പൂജാവിധിക്ക് അന്തഃ നാസ്തി, അവസാനമില്ല. എൻ്റെ പൂജ എന്തൊക്കെ തരത്തിലാന്നുള്ളത് അവസാനമില്ല. തഥാപി എങ്കിലും സംക്ഷേപാത് ചുരുക്കമായിട്ട് അനുപൂർവശഃ യഥാവത് വക്ഷി, ഞാൻ ഒരു ക്രമം അനുസരിച്ച് ഞാൻ പറഞ്ഞുതരാം. എന്താ പറയുക വെച്ചാൽ, ലക്ഷ്മണ, എൻ്റെ പൂജാക്രമം ശരിക്കും പറയാച്ചാൽ പറഞ്ഞാൽ അവസാനിക്കാത്ത വിധം അത്ര വിസ്താരമുള്ളതാണ് എൻ്റെ പൂജാക്രമം. എങ്കിലും ലക്ഷ്മണൻ ചോദിച്ച അവസ്ഥയ്ക്ക് ചുരുക്കിയിട്ട് ഒരു ക്രമത്തിൽ ഞാൻ വേണ്ടത് മാത്രം ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. അതായത് വിസ്തരിച്ച് പറയാച്ചാൽ അത് കഴിയില്ല, എങ്കിൽ നീ ചോദിച്ച അവസ്ഥയ്ക്ക് ഞാൻ ഒന്ന് പറഞ്ഞുതരാം എന്ന് പറയുകയാണ്. പറ്റുന്ന പോലെ ഒരു ഓർഗനൈസ്ഡായിട്ട് പറഞ്ഞുതരാമെന്ന്. ശ്രീരാമോവാച, മമ പൂജാ വിധാനസ്യ നാന്ദോസ്തി രഘുനന്ദന തഥാപി വക്ഷ്യേ സംക്ഷേപാദ്യഥാവദനപൂർവശഃ. ഞാൻ പറഞ്ഞുതരാമെന്ന്. ഇനി 3 ശ്ലോകം ഒന്നിച്ചാണ്, 12, 13, 14. സ്വഗൃഹ്യോക്തപ്രകാരേണ ദ്വിജത്വം പ്രാപ്യ മാനവ സകാശാൽ സദ്ഗുരോർമന്ത്രം ലബ്ധ്വാ മദ്ഭക്തി സംയുതഃ തേന സന്ദർശിതവിധിർ മാമേവാരാധയേൽ സുധീഃ ഹൃദയേ വാനലേ വാർച്ചിൽ പ്രതിമാദൗ വിഭാവസൗ സാളഗ്രാമശിലായാം വാ പൂജയേന്മാ മതന്ത്രിതഃ പ്രാതസ്നാനം പ്രകുർവീത പ്രഥമം ദേഹശുദ്ധയെ. ഇനി ശ്രീരാമൻ പറയണം കേട്ടോ എങ്ങനെയാണ് ക്രിയാമാർഗന്നേ. സ്വഗൃഹ്യോക്തപ്രകാരേണ, അവരവരുടെ ഈ വേദം, അതായത് ചിലർ ഋഗ്വേദികളാവും, ചിലർ യജുർവേദികളാവും, ചിലർ സാമവേദികളാവും. ഈ 3 വേദവും പിന്നെ എന്താണ് പല കുടുംബങ്ങളും അനുസരിച്ചിട്ട് ഏത് വേദമാണ് അവർ ഫോളോ ചെയ്യണമെന്ന് വ്യത്യാസം ഉണ്ടാവും. അതുകൊണ്ടാണ് പറഞ്ഞത് അവരവരുടെ വേദശാഖ വിധിപ്രകാരം, അതായത് ഋഗ്വേദാണെങ്കിൽ ഋഗ്വേദ വിധിപ്രകാരം, യജുർവേദാണെങ്കിൽ യജുർവേദ വിധിപ്രകാരം, സാമവേദികളാണെങ്കിൽ സാമവേദ വിധിപ്രകാരം മാനവ ദ്വിജത്വം പ്രാപ്യ, അതായത് അതിലത്തെ വിധിപ്രകാരം ഉപനയനമൊക്കെ കഴിഞ്ഞതിന് ശേഷം സദ്ഗുരോഹോ മന്ത്രം ലബ്ധ്വ, സദ്ഗുരുവിൽ നിന്ന്, അതായത്
ഈ ബ്രഹ്മചര്യം കഴിഞ്ഞിട്ടേ സദ്ഗുരുവിൽ നിന്ന് മന്ത്രം ലഭിച്ചിട്ട് ഉപനയനം കഴിഞ്ഞിട്ട് മത് ഭക്തി സംയുത നല്ല ഭക്തിയോട് കൂടിയിട്ട് എന്നിൽ വേണ്ടത്ര ഭക്തിയോടുകൂടി തേന സന്ദർശിത വിധിഹി സുധിഹി അതായത് നല്ല തെളിഞ്ഞ ബുദ്ധിയോടുകൂടി ബുദ്ധിമാനായിട്ടുള്ള ആള് ഹൃദയേ വാ ഹൃദയത്തിലോ അനലേ വാ അഗ്നിയിലോ അതായത് മനസ്സിൽ ചെയ്താലും മതി ഹൃദയത്തിലോ അഗ്നിയിലോ ഹോമമായിട്ടേ പ്രതിമാദൗ പ്രതിമയിലോ വിഭാവസൗ സൂര്യനിലോ സാളഗ്രാമശിലയിലോ അതന്ത്രിത മാം പൂജയേത് ഉത്സാഹത്തോടുകൂടി ശ്രദ്ധയോടുകൂടി എന്നെ പൂജിക്കണം. പ്രഥമം ഒന്നാമതായിട്ട് ദേഹശുദ്ധിക്കായിക്കൊണ്ട് പ്രാതസ്നാനം പ്രകുർവീത കാലത്ത് കുളിക്കണം. എന്താ പറയണം ക്രിയാമാർഗം എന്താ പറയണം വെച്ചാൽ ഓരോരുത്തരും അവനവൻ്റെ കുലത്തിൽ ഏത് വേദമാണ് ഫോളോ ചെയ്യണം വെച്ചാൽ ആ വേദവിധി പ്രകാരം ഉപനയന സംസ്കാരങ്ങളൊക്കെ കഴിയണം. എന്നിട്ട് അതായത് ഇപ്പോൾ ഒരു ദ്വിജനായതിന് ശേഷം അതായത് ബ്രാഹ്മണ്യം കിട്ടിയതിന് ശേഷം അതായത് ഉപനയനം കഴിയുമ്പോഴാണല്ലോ രണ്ടാമത്തെ ജന്മം ദ്വിജൻ ആവണത്. അങ്ങനെ അതിന് ശേഷം സദ്ഗുരുവിൽ നിന്ന് പൂജ ഒരു മന്ത്രം സ്വീകരിക്കണം. എന്നിട്ട് ഗുരു ഉപദേശിച്ച വിധി പോലെ എന്നിൽ അങ്ങേയറ്റം ഭക്തിയോടുകൂടി നല്ല ബുദ്ധിയുള്ള അവൻ്റെ ആ ഹൃദയം അതായത് ഒന്നുകിൽ അവൻ്റെ ഹൃദയത്തിൽ അല്ലെങ്കിൽ ഹോമാഗ്നിയിൽ അല്ലെങ്കിൽ ഒരു ബിംബം നമ്മൾ പ്രതിമയിൽ അല്ലെങ്കിൽ സൂര്യനെ ഞാനായിട്ട് കരുതിയിട്ട് അല്ലെങ്കിൽ സാളഗ്രാമശിലയിൽ ഇവയിൽ ഏതെങ്കിലും ഒന്നിൽ എന്നെ പൂജിക്കണം. ദ്വിജനായതിന് ശേഷം എന്തിലായാലും വേണ്ടില്ല, മാനസപൂജയായാലും മതി, ഒരു പ്രതിമയായാലും മതി, സൂര്യനെ പൂജിച്ചാലും മതി. എന്നിട്ടോ അതിന് പക്ഷേ ഈ പൂജയ്ക്ക് മുമ്പ് ദേഹശുദ്ധി വരുത്തണം. അതെങ്ങനെ? കുളിച്ചിട്ട് രാവിലെ കുളിച്ച് ദേഹശുദ്ധി വരുത്തി ഒരു ദ്വിജൻ അതായത് ഉപനയനം കഴിഞ്ഞിട്ടുള്ള ആളെ പറഞ്ഞു ഗുരുവിൽ നിന്ന് ലഭിച്ച മന്ത്രം കൊണ്ട് ഒന്നുകിൽ മനസ്സിൽ അല്ലെങ്കിൽ ഹോമത്തിൽ അല്ലെങ്കിൽ സൂര്യനെ അല്ലെങ്കിൽ പ്രതിമയെ അല്ലെങ്കിൽ സാളഗ്രാമശില എന്തിനെങ്കിലും എന്നെ ഭക്തിയോടുകൂടി ആരാധിക്കണം. അതാണ്. അപ്പോൾ അതായത് രാവിലെ കുളിച്ചിട്ട് ഇതൊക്കെ ചെയ്യണം. സ്വഗൃഹ്യോക്തപ്രകാരേണ ദ്വിജത്വം പ്രാപ്യമാനവ സകാശാൽ സദ്ഗുരോർ മന്ത്രം ലബ്ധ്വാ മദ്ഭക്തി സംയുത ഭക്തിയോടുകൂടി എന്ന് പ്രത്യേകം പറയണ്ട കേട്ടോ. തേന സന്ദർശിത വിധിർ മാമേ വാരാധയേൽ സുധീഹി ഹൃദയേ വാ ഹൃദയത്തിലോ അനലെ തീയിലോ അർക്കനിൽ പ്രതിമയിൽ വിഭാവസൗ അതായത് അർച്ചന ചെയ്യണം. പ്രതിമയിലോ സൂര്യനിലോ സാളഗ്രാമശിലയിലോ വാ സാളഗ്രാമശിലായാം വാ പൂജയേൻ മാമതന്ത്രിത പ്രാതസ്നാനം പ്രകുർവീത പ്രഥമം ദേഹശുദ്ധയെ ആദ്യം കുളിച്ച് ദേഹശുദ്ധി വരുത്തിയിട്ടെന്ന് പറയുന്നുണ്ട്. 15 വേദതന്ത്രോദിതൈർ മന്ത്രൈർ മൃല്ലേപനവിധാനത സന്ധ്യാദികർമ്മയന്നിത്യം തത് കുര്യാദ്വിധിനാ ബുധഃ വേദതന്ത്രോദിതൈഹി മന്ത്രൈഹി വേദങ്ങളിലും തന്ത്രങ്ങളിലും പറഞ്ഞിട്ടുള്ള മന്ത്രങ്ങൾ കൊണ്ടും മൃല്ലേപന വിധാനത മണ്ണിനെ മേൽ തേച്ചിട്ടും വിധിപ്രകാരം നിത്യം സന്ധ്യാദി കർമ്മ നിത്യമായ സന്ധ്യാദി കർമ്മങ്ങളെ യാതൊന്നോ തദ്ബുധ അതിനെ വിദ്വാൻ ബുദ്ധിയുള്ള ആൾ കുര്യ ചെയ്യണം. പിന്നെന്താ പറഞ്ഞ വെച്ചാൽ ബ്രാഹ്മണൻ വേദോക്ത മന്ത്രങ്ങളെയും ബ്രാഹ്മണന്മാരല്ലാത്തവർ തന്ത്രങ്ങളിൽ പറഞ്ഞിരിക്കുന്ന മന്ത്രങ്ങളെയും അനുസരിച്ച് അതായത് അവനവന് ഗുരു തന്ന മന്ത്രം ഉപയോഗിച്ചിട്ട് ദേഹശുദ്ധിക്ക് ആവശ്യമായിട്ടുള്ള മണ്ണ് മുതലായിട്ടുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് വേണം സ്നാനം ചെയ്യാൻ. പണ്ടൊക്കെ മണ്ണൊക്കെ നല്ല ചെമ്മണ്ണൊക്കെ തേച്ചിട്ട് കുളിക്കത്രേ, സോപ്പൊന്നും ഇല്ലല്ലോ. അനന്തരം അതിനുശേഷം സന്ധ്യാവന്തനം മുതലായ നിത്യകർമ്മങ്ങളെ ബുദ്ധിപൂർവം
ബുദ്ധിയുള്ള ഒരാൾ വിധിപ്രകാരം നടത്തണം എന്ന് പറയുകയാണ്. അപ്പോൾ ഇതിൽ എന്താ ഈ ശ്ലോകത്തിൽ എന്താ പറഞ്ഞു വെച്ചാൽ അവനവന് സദ്ഗുരു ഉപദേശിച്ച് തന്ന വേദമന്ത്രങ്ങളാച്ച വേദമന്ത്രങ്ങളാ തന്ത്രങ്ങളിൽ പറഞ്ഞിരിക്കുന്ന മന്ത്രങ്ങളാച്ച തന്ത്രത്തിലത്തെ മന്ത്രങ്ങൾ എന്തായാലും അത് അനുസരിച്ചിട്ട് പിന്നെ കുളിക്കാനുള്ള വിധി അനുസരിച്ച് മണ്ണൊക്കെ കൂട്ടി വൃത്തിയായിട്ട് കുളിച്ച് പിന്നെ അവനുണ്ട് നിത്യമായിട്ടുള്ള സന്ധ്യാവന്ദനം അതൊക്കെ വിധിപ്രകാരം നടത്തണം. വേദതന്ത്രോദിതൈർ മന്ത്രൈർ മൃല്ലേപന വിധാനത, അതായത് മണ്ണാണ്, മണ്ണാണ്, മൃല്ലേപന വിധാനത സന്ധ്യാദികർമ്മ നിത്യം തത് കുര്യാദ് വിധിനാ ബുധഃ, വിധി പോലെ ചെയ്യണം സന്ധ്യാകർമ്മങ്ങളൊക്കെ. സങ്കല്പമാദൗ കുർവീത സിദ്ധ്യർത്ഥം കർമ്മണം സുധിഃ സ്വഗുരും പൂജയേത് ഭക്ത്യാ മദ്ബുദ്ധ്യാ പൂജകോ മമ. സുധിഃ അതായത് നല്ല ബുദ്ധിയോടുകൂടിയവൻ കർമ്മണം സിദ്ധ്യർത്ഥം കർമ്മങ്ങളുടെ സിദ്ധിക്കായിക്കൊണ്ട് ആദൗ സങ്കല്പം കുർവീത ആദിയിൽ സങ്കല്പം ചെയ്യണം. മമ പൂജകഃ എൻ്റെ പൂജകൻ മദ്ബുദ്ധ്യ ഭക്ത്യ ഞാനെന്ന ബുദ്ധിയോടും ഭക്തിയോടും കൂടി, അതായത് ഭഗവാനെ തന്നെ സ്മരിച്ചും കൊണ്ട് വേണമെന്ന്. സ്വഗുരും പൂജയേത് ഞാനാണെന്ന് സങ്കല്പിച്ച് ഗുരുവിനെ പൂജിക്കണം. അതാണ് നോക്കൂ, ശുദ്ധബുദ്ധിയുള്ള ഒരു ഭക്തൻ എൻ്റെ ശുദ്ധബുദ്ധിമാനായിട്ട് എന്നെ ആരാധിക്കുന്നവൻ, ശുദ്ധബുദ്ധിയോടുകൂടി എന്നെ ആരാധിക്കുന്നവൻ കർമ്മങ്ങളുടെ സിദ്ധിക്കായിക്കൊണ്ട് ആദ്യം സങ്കല്പം ചെയ്യണം. എപ്പോഴും സങ്കല്പം അത്ര പ്രധാനമാണ്, സങ്കല്പിക്കണം. അതിൽ പിന്നെ എന്തുണ്ട്, ഈശ്വരനായിട്ടുള്ള ഞാനും ഗുരുവും ഒന്നാണെന്ന് സങ്കല്പിക്കണം. ഗുരുവിനെ ഈശ്വരനായിട്ട് തന്നെ കാണണം എന്ന്. എന്നിട്ട് ഭക്തിയോടുകൂടി ജലം ഗന്ധം പുഷ്പം ഇങ്ങനെ എല്ലാം ഉപയോഗിച്ച് ഗുരുവിനെ പൂജ ചെയ്യണം. ഞാനാണെന്ന് വിചാരിച്ചിട്ട് മനസ്സിലായാലും മതിട്ടോ. അത് ഗുരുവിനെ മനസ്സിൽ ധ്യാനിച്ച് പൂജിച്ചാൽ മതി. അതാണ് മദ്ബുദ്ധ്യ പൂജകോ മമ. ഭക്തി ഒന്നേ ഉള്ളൂ. എന്താ പറയണ വെച്ചാൽ ഈ അതായത് കാമക്രോധ ലോഭം മോഹ മാത്സര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ടുള്ള ബുദ്ധിയോട് കൂടിയിട്ടുള്ള എൻ്റെ ഒരു ആരാധകൻ കർമ്മസിദ്ധിക്കായിക്കൊണ്ട് എന്താ വെച്ചാൽ ആദ്യം സങ്കല്പം ചെയ്യണം. എന്നിട്ട് പിന്നെ ഈശ്വരനായിട്ടുള്ള ഞാനും ഗുരുവിനെ വരിച്ചിട്ടുണ്ടെങ്കിൽ ആ ഗുരു ഒന്നാണ് സങ്കല്പിക്കണം. അല്ലെങ്കിൽ ഈശ്വരനെ മനസ്സിൽ വിചാരിച്ചാലും മതി. ഗുരു വേണ്ട, ഗുരുവിനെ വിചാരിക്കുന്ന ഈശ്വരനെ, അല്ലെങ്കിൽ ഗുരുവിനെയാണ് വിചാരിക്കണമെന്ന് വെച്ചാൽ ഗുരുവിനെ ഈശ്വരനായി കാണണം. എന്നിട്ട് ഭക്തിയോട് കൂടിയിട്ട് ജലഗന്ധ പുഷ്പാദികളൊക്കെ ഉപയോഗിച്ച് ആ ഗുരുവിനെ മനസ്സിൽ പൂജിക്കണം എന്നാണ് പറയുന്നത്. സങ്കല്പമാദൗ കുർവീത സിദ്ധ്യർത്ഥം കർമ്മണം സുധീഹി സ്വഗുരും പൂജയേത് ഭക്ത്യാ മദ്ബുദ്ധ്യാ പൂജകോ മമ. ഞാനാണെന്ന് സങ്കല്പിക്കണം എന്ന് പറയേണ്ട കേട്ടോ പ്രത്യേകം. കാരണം ഗുരു ഒരു ജഡശരീരമുള്ള ഒരാളത്രല്ലേ ഉള്ളൂ. അപ്പോൾ 17 18. അപ്പം അങ്ങനെ അതിൽ ഭഗവാനെ കണ്ടുകൊണ്ട് വേണമെന്നർത്ഥം. ശിലയാം സ്നപനം കുര്യാൽ പ്രതിമാസ്യ പ്രമാർജനം പ്രസിദ്ധേർ ഗന്ധപുഷ്പാദ്യൈർ മത്പൂജ സിദ്ധിദായിക അമായികോനുവൃത്യാമാം പൂജയന്യേതവ്രതഃ പ്രതിമാദിഷ്വലംകാരഃ പ്രിയോ മേ കുലനന്ദന. പിന്നെ പറയണ്ട ശിലയാം സ്നപനം കുര്യാൽ, അതായത് ഇപ്പോൾ സാളഗ്രാമ ശിലയോ ഏതാണെങ്കിലും അതിനെ ജലം കൊണ്ട് അഭിഷേകം ചെയ്യണം. പ്രതിമയാണെങ്കിലും പ്രതിമാസ്യ പ്രമാർജനം, പ്രതിമകളിൽ അതിനെയും ശുദ്ധീകരിച്ച് വൃത്തിയാക്കണം. പ്രസിദ്ധൈഹി ഗന്ധപുഷ്പാദ്യൈഹി മൽപൂജ, പ്രസിദ്ധങ്ങളായിട്ടുള്ള ഗന്ധം കൊണ്ടും പുഷ്പം കൊണ്ടും എന്നെ പൂജിക്കുക. സിദ്ധിദായിക, സിദ്ധിയെ നൽകുന്നതാകുന്നു. അങ്ങനെ പൂജിച്ചാൽ നിങ്ങൾക്ക് സിദ്ധികളുണ്ടാവും. അമായികഹ മീൻസ് എന്താ, മായയില്ലാത്തവൻ എന്താ, കപടമില്ലാത്തവനും. നിയതവ്രത, നല്ല ഡിറ്റർമിനേഷനോടുകൂടി വ്രതം ശുദ്ധിയോടുകൂടി, നല്ല വ്രതശുദ്ധിയോടുകൂടിയവനും. അനുവൃത്യ, അതായത് വിധിപ്രകാരം മാം പൂജയേത് എന്നെ പൂജിക്കണം. പ്രതിമാദിഷു, പ്രതിമ മുതലായവയിൽ അലങ്കാരം മേ പ്രിയ, അലങ്കരിക്കണം പ്രതിമകളൊക്കെയാണ്. അതായത്
പിന്നെ ഇപ്പം നമ്മളൊരു കല്ലിനെയാണ്, ഒരു കല്ല്, ഇപ്പോൾ ശാളഗ്രാമശില പോലുള്ള ഒരു കല്ലിനെയാണ് നമ്മൾ പൂജിക്കാൻ ഉദ്ദേശിക്കണേ എങ്കിൽ, അതിനെ ഭഗവാനായി കണ്ട് പൂജിക്കുകയാണെങ്കിൽ അതിനെ ജലം കൊണ്ട് അഭിഷേകം ചെയ്യണം. ഈ പ്രതിമയാണെങ്കിൽ, ഭഗവാന്റെ പ്രതിമയാണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? മാർജനം ചെയ്യണം, അതിനെയും വൃത്തിയാക്കണം. നിർമാർജനം, അതായത് ചണ്ടിത്തൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി, പൊടിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി തുടച്ച് വയ്ക്കണം. അനന്തരം പിന്നെന്താ, പൂജാദ്രവ്യങ്ങളായിട്ടുള്ള ഈ പിന്നെ എന്താണ് ചന്ദനം, പുഷ്പം, അതുകൊണ്ട് എന്നെ പൂജിക്കുന്നത് കൊണ്ട് നിങ്ങൾ എന്താണ് സങ്കല്പിച്ച് ആ ഫലം സിദ്ധിക്കും. അതായത് ഭഗവാന്റെ അനുഗ്രഹം വേണമെന്നാണ് സങ്കല്പിക്കണം വെച്ചാൽ അത് ലഭിക്കും. മോക്ഷം വേണമെച്ചാൽ മോക്ഷം ലഭിക്കും. അല്ല ലൗകികമായിട്ടുള്ള കാര്യങ്ങളാണ് സങ്കല്പിക്കണം വെച്ചാൽ അത് ലഭിക്കും. എന്തായാലും ഭഗവാനെ വേണ്ട പോലെ ഈ പറയണ പോലെ പൂജിക്കണം. ശിലയാണെങ്കിൽ അഭിഷേകം ചെയ്യുക, പ്രതിമയാണെങ്കിൽ തുടച്ച് വൃത്തിയാക്കി അതിൽ ചന്ദനവും പുഷ്പവും ഒക്കെ ചാർത്തി അങ്ങനെ ചെയ്താൽ സങ്കല്പിക്കുന്ന ഫലം കിട്ടും. എന്താ സങ്കല്പിച്ചാൽ. പിന്നെ യാതൊരു കാപട്യമില്ലാതെ, വ്രതങ്ങളൊന്നും തെറ്റിക്കാതെ, ഗുരു ഉണ്ടെങ്കിൽ ഗുരുവിൻ്റെ ഉപദേശത്തിനെ അനുസരിച്ച് പൂജിക്കണം. പുഷ്പം, മാല, അതുകൊണ്ടൊക്കെ പ്രതിമകളാണെങ്കിൽ അതിനെയൊക്കെ നല്ലപോലെ അലങ്കരിക്കണം. ഒരു മാല ഉണ്ടാക്കി ചാർത്തുക, പുഷ്പം ചാർത്തുക, അങ്ങനെയൊക്കെ ചെയ്യണം എന്ന് പറയുകയാണ്. അതൊക്കെ എനിക്ക് വളരെ ഇഷ്ടമാണെന്ന് പ്രിയമ്മയെന്ന് പറഞ്ഞു അല്ലേ. അങ്ങനെയൊക്കെ ചെയ്യണത് പ്രിയോമേ ഗുരുനന്ദന പറഞ്ഞു. അപ്പോൾ എങ്ങനെയാണ് ഒരു കല്ലാണെങ്കിലും പ്രതിമയാണെങ്കിലും വേണ്ട പോലെ പുഷ്പവും ഫലവും തോയവും കൊണ്ടൊക്കെ ചെയ്യേണ്ടെന്ന് പറഞ്ഞില്ലേ. ശിലയാം സ്നപനം കുര്യാൽ പ്രതിമാസു പ്രമാർജനം പ്രസിദ്ധീർ ഗന്ധപുഷ്പാദീർ മത്പൂജ സിദ്ധിദായിക. അതുകൊണ്ട് നിങ്ങൾക്ക് സങ്കല്പിച്ച ഫലം കിട്ടുന്ന അമായി ഗോനുവൃത്യ, കാപട്യമില്ലാത്ത ഹൃദയത്തോടുകൂടി നിഷ്ഠയായിട്ട് ചെയ്യണം. മാം പൂജയൻ നിയതവ്രതനായിരിക്കണം. ശരിക്കും എല്ലാ ദിവസവും ഡിറ്റർമിനേഷനോട് കൂടിയിട്ട് തെറ്റാ, നല്ല വ്രതനിഷ്ഠയോടുകൂടി ചെയ്യണം. പ്രതിമാദിഷൽ അലങ്കാര, പ്രതിമയ്ക്കാണ് നല്ലോണം അലങ്കരിക്കണമെന്ന് പ്രത്യേകം പറയുന്നുണ്ട്. പ്രിയോമേ കുലനന്ദന, അതാ എനിക്ക് വലിയ ഇഷ്ടമാണ് അങ്ങനെ ചെയ്യണതാണ്. ഇനി 19 അഗ്നൗ യജേത ഹവിഷ ഭാസ്കരേ സ്ഥണ്ഡിലേ യജേത് ഭക്തേനോപഹൃതം പ്രീത്യൈ ശ്രദ്ധയാ മമ വാര്യബി. എന്താണ്? അഗ്നൗ, അഗ്നിയിൽ, ഹവിഷ യജേത, ഹവിസ്സുകൊണ്ട്, അതായത് നെയ്യ് ഹോമിക്കുക അഗ്നിയിൽ. അഗ്നിയിൽ കൂടെ ആണെങ്കിലേ മനസ്സിലാണെന്ന് വെച്ചാൽ ഒക്കെ മനസ്സിൽ തന്നെ മതിയിട്ടോ. ഷണ്ടിലെ ഭാസ്കരെ, സ്ഥണ്ഡിലെ ഭാസ്കരെ, സ്ഥണ്ഡിലത്തിൽ സൂര്യനിൽ യജിക്കണം. ഭക്തേന ശ്രദ്ധയാ ഉപഹൃത വാരി അഭി, ഭക്തനാൽ ശ്രദ്ധയോടുകൂടി വെള്ളവും ഒക്കെ ഭഗവാൻ നൽകണം. മമ പ്രീതി ഭവതി, അതൊക്കെ എൻ്റെ പ്രീതിക്കായിക്കൊണ്ട് ഭവിക്കുന്നതാണ്. അതായത് ബിംബത്തിനും പ്രതിമയിലെയും മുമ്പ് പറഞ്ഞുവല്ലോ, ബിംബമാണെങ്കിൽ പിന്നെ കാലിലൊക്കെ ആണെങ്കിൽ കഴുകണം എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് അതിൽ പുഷ്പമൊക്കെ, പ്രതിമയാണെന്ന് വെച്ചാൽ അലങ്കരിക്കണം, പുഷ്പം ഗന്ധമൊക്കെ എന്നൊക്കെ പറഞ്ഞു. ഇനിയിപ്പോൾ ഹോമം ചെയ്യുകയാണെന്ന് വെച്ചാൽ എന്താ വേണ്ടതെന്ന്, അഗ്നിയിലാണ് ചെയ്യണമെന്ന് വെച്ചാൽ അഗ്നിയിൽ അതാത് ദേവതകളുടെ മന്ത്രങ്ങളൊക്കെ ഉച്ചരിച്ചിട്ട്, മന്ത്രങ്ങളൊക്കെ ചൊല്ലിയിട്ട് ഹവിസർപ്പിക്കുന്നതാണ്. നെയ്യോ എന്താ വെച്ചാൽ അർപ്പിക്കുക. അതാണ് ആ ദേവതകളുടെ പൂജ. അഗ്നിയിൽ കൂടെ നമുക്ക് പിന്നെ ദേവതകൾക്ക് അർപ്പിക്കാം. അഗ്നിയിൽ കൂടി നമ്മൾ ഹോമത്തിനൊക്കെ ഹവിസർപ്പിക്കുമല്ലോ, അങ്ങനെ ചെയ്യാം. സൂര്യനാണ് പൂജിക്കുക വെച്ചാൽ സൂര്യമണ്ഡല സങ്കല്പം കൊണ്ട് നിലത്ത് ഒരു പത്മം വരച്ചിട്ട് അതിൽ ചെയ്യുന്ന പൂജ. സൂര്യനാണ് സങ്കല്പിച്ചിട്ട് നിലത്ത് ഒരു പത്മം വരയ്ക്കുക. എന്നിട്ട് അങ്ങനെ എന്നിൽ അങ്ങേയറ്റം ഭക്തിയുള്ള ആരാധകൻ, അതായത് എൻ്റെ ഭക്തൻ, ശ്രദ്ധയോടുകൂടി സമർപ്പിക്കുന്ന ഈവൻ വെള്ളം കൂടി എൻ്റെ പ്രീതിക്കായിക്കൊണ്ട് ഭവിക്കുന്നു. അപ്പം ശ്രദ്ധയാണ് ഇതിൽ പ്രധാനം. ശ്രദ്ധയോടുകൂടി ഭഗവാനെ എന്തർപ്പിച്ചാലും ഭഗവാൻ അത് സന്തോഷത്തോടെ സ്വീകരിക്കും എന്നാണ് പറയണത്. അതാണ് എൻ്റെ പ്രീതിക്കായിക്കൊണ്ട് ഭവിക്കുന്നു. ശ്രദ്ധയോടുകൂടി ഉപഹരിക്കപ്പെട്ട വെള്ളമായാലും കാഴ്ച വെച്ചാൽ മതി ഭഗവാന്, അത് ഭഗവാൻ സന്തോഷത്തോടെ സ്വീകരിക്കും. എങ്ങനെ വേണം? ശ്രദ്ധയോടും ഭക്തിയോടും കൂടി സമർപ്പിക്കണം. അതാണെന്നിൽ പറഞ്ഞത്. അപ്പോൾ അഗ്നിയിലാണെങ്കിൽ
നമ്മൾ ഏത് ദേവതയാണ് ഉദ്ദേശിച്ചിട്ടാണ് അഗ്നിയിൽ ഹവിസ് പിന്നെ അഗ്നി പ്രാർത്ഥിക്കണമെന്ന് വെച്ചാൽ ആ ദേവതയ്ക്കുള്ള മന്ത്രം ചൊല്ലി ഹവിസ് അർപ്പിക്കുക. സൂര്യനാണ് പൂജിക്കണമെങ്കിൽ സൂര്യമണ്ഡല സങ്കല്പം കൊണ്ട് നിലത്തൊരു കോലം സൂര്യനാണെന്ന് വിചാരിച്ച് വരച്ചിട്ട് അതിൽ ചെയ്യണ പൂജയാണ് സൂര്യപൂജ. അല്ലെങ്കിൽ സൂര്യനെ മനസ്സിൽ കണ്ട് മനസ്സിൽ ആവാലോ, അതാവാം. ആദ്യം തന്നെ പറഞ്ഞുവല്ലോ നമ്മളെ. പിന്നെ ഇങ്ങനെ എന്നിൽ അങ്ങേയറ്റം ഭക്തിയുള്ളൊരു ആരാധകൻ ശ്രദ്ധാസമേതം ഒരു തുള്ളി ജലം തന്നാലും കൂടി ഞാൻ സന്തോഷിക്കും. അതൊക്കെ നമ്മൾ നാരായണീയത്തിലൊക്കെ പറയണ്ടല്ലോ, അത് അല്ലേ? പുഷ്പം, ഫലം, തോയം, അല്ലേ? അഗ്നൗ യജേദ ഹവിഷ ഭാസ്കരേ സ്ഥണ്ഡിലേ യജേദ് ഭക്തേനോപഹൃതം പ്രീത്യൈ ശ്രദ്ധയാ മമ വാര്യഭി. എനിക്കായിക്കൊണ്ട് ശ്രദ്ധയോടുകൂടി ഒരു തുള്ളി ജലം തന്നാലും ഞാൻ സന്തോഷിക്കും. 20. കിം പുനർഭക്ഷ്യഭോജ്യാദി ഗന്ധധൂപാക്ഷതാദികം പൂജാദ്രവ്യാണി സർവാണി സമ്പാദ്യൈവം സമാരഭേത്. ഭക്ഷ്യഭോജ്യാദി ഗന്ധധൂപാക്ഷതാദികം കിം പുനഃ, അതായത് ഭക്ഷിക്കാനുള്ളത് ഭോജ്യം മുതലായവയും ഗന്ധം, ധൂപം, അക്ഷതം മുതലായവയും, അതായത് പിന്നെ ചന്ദനത്തിരി, ധൂപം, നമ്മളിങ്ങനെ ധൂപക്കുറ്റി ചെയ്യുമല്ലോ, അത്, എള്ള മുതലായവും. പിന്നെ പറയാനുണ്ടോ, അതായത് വെള്ളം നൽകിയാൽ തന്നെ എനിക്ക് സന്തോഷമാണെന്ന് പറഞ്ഞു. അപ്പം പിന്നെ ഫലമൂലാദികളും നൈവേദ്യവും പിന്നെ ഗന്ധവും ധൂപവും അക്ഷതമൊക്കെ എനിക്ക് സമർപ്പിച്ചാൽ എത്ര സന്തോഷം ഉണ്ടാവും. ഏവം സർവാണി പൂജാദ്രവ്യാണി സമ്പാദ്യ. ഇപ്രകാരമുള്ള എല്ലാ പൂജാദ്രവ്യങ്ങളും സമ്പാദിച്ചിട്ട് പൂജാം സമാരഭേത്, പൂജയെ സമാരംഭിക്കണം. അതായത് നൈവേദ്യങ്ങൾ, ഭക്ഷിക്കാൻ പറ്റുന്ന പിന്നെ എന്താണ് നൈവേദ്യങ്ങളൊക്കെ ഏതായാലും വേണ്ടില്ല, പായസമോ തിരുമധുരോ അങ്ങനത്തതും, ചന്ദനം, ധൂപം, അക്ഷതം മുതലായവയും ഒക്കെ എൻ്റെ പ്രീതിക്കായിക്കൊണ്ട് ഭവിക്കുന്നു. പിന്നെ പറയാനില്ല. കാരണം ശ്രദ്ധയോടുകൂടി വെള്ളം തന്നാലും കൂടിയും എനിക്ക് പ്രീതിയാണ്, ഞാൻ പ്രസാദിക്കും. അപ്പോൾ നല്ല നൈവേദ്യവും ചന്ദനവും ധൂപവും അക്ഷതമൊക്കെ തന്നാൽ പിന്നെ ഞാൻ പ്രസാദിക്കുന്നുള്ളത് പറയാനില്ലല്ലോ. എന്നാൽ സാധനങ്ങൾക്കല്ല ഇവിടെയൊക്കെ പ്രധാനം. എന്താണ്? ഭക്തി എന്ന് നമ്മൾ ധരിക്കണം. പൂജാദ്രവ്യങ്ങളെല്ലാം ഇതുപോലെ ഒരുക്കിയിട്ട് പൂജ ആരംഭിക്കണം. അപ്പപ്പോൾ ഓരോ സാധനങ്ങൾക്ക് വേണ്ടി, അതായത് പൂജ തുടങ്ങിയാൽ പിന്നെ എല്ലാം ആദ്യം തന്നെ വട്ടം കൂട്ടിയിരിക്കണം എന്ന്. അത് ഞാൻ കുട്ടിക്കാലത്തൊക്കെ അമ്മ പറയാറുണ്ട്. നേദിക്കാൻ പഠിപ്പിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നേദിക്കേണ്ട ഇടയ്ക്കൊന്നും നീക്കാൻ പാടില്ല. അതിനു മുമ്പ് തന്നെ എന്തൊക്കെ സാധനങ്ങളാണ് ആ നേദിക്കൽ മുഴുവനാക്കാൻ വേണ്ട വെച്ചാൽ അതൊക്കെ അടുത്ത് കൊടുന്ന് വയ്ക്കണം. അപ്പം അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് നീക്കണ്ടല്ലോ. അത് തന്നെയാണ് ഇവിടെ പറയണത്. അതായത് സാധനങ്ങൾക്ക് വേണ്ടിയിട്ട് പൂജാസ്ഥാനത്ത് നിന്ന് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അത് നിർത്തേണ്ട ഇടവരരുത്. അതാണ് പിന്നെ എല്ലാ പൂജാദ്രവ്യങ്ങളെല്ലാം ഒരുക്കിയതിന് ശേഷം സമാരഭേത് പറഞ്ഞു, ആരംഭിച്ചോളൂ എന്ന്. അത് എനിക്കിപ്പോൾ ഓർമ്മ വന്നു. കിം പുനർഭക്ഷ്യഭോജ്യാദി ഗന്ധധൂപാക്ഷതാദികം പൂജാദ്രവ്യാണി സർവാണി സമ്പാദ്യൈവം സമാരഭേത്. അതൊക്കെ ശേഖരിച്ച് റെഡിയാക്കി വെച്ചതിന് ശേഷം പൂജ തുടങ്ങണം എന്ന് പറയാണ് കേട്ടോ. ഇനി 20 അവിടെ നിർത്താം. കാരണം 24 മിനിറ്റായി ഇപ്പോൾ. അപ്പോൾ നമുക്ക് ഈ എങ്ങനെയാണ് പൂജ ചെയ്യേണ്ടതെന്നുള്ളത് ഒരുമാതിരി പറഞ്ഞു വെച്ചു, അല്ലേ? അത്രയേ ഉള്ളൂ. ഭക്തിയോട് കൂടിയിട്ട് എല്ലാ സാധനങ്ങളും ഒരുക്കി വെച്ച് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിച്ചതൊക്കെ, ഭഗവാനെ അർപ്പിക്കാൻ ഉദ്ദേശിച്ചതൊക്കെ ഒതുക്കി വെച്ച് പിന്നെ പൂജ സമാരംഭിക്കണം എന്നാണ് പറഞ്ഞു നിർത്താം നമുക്ക് കേട്ടോ. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ സീതാലക്ഷ്മണ ഭരത ശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമഃ. ഗുരുവായൂരപ്പ ശരണം.